ഒരു മനുഷ്യന്റെ യഥാർത്ഥ കഴിവ്, ശേഷി ഈ ഫിസിക്കലി ശേഷിയല്ല, ആന്തരിക ഹെൽത്താണ്. ആന്തരികമായ ഒരു കൂവത്ത്, ഒരു കഴിവ് കിട്ടാണ്. അതാണല്ലോ ഔലിയാക്കളുടെ ഒക്കെ കഴിവ് എന്ന് പറഞ്ഞാൽ. എന്താണത്? ചില ഔലിയാക്കൾ കട്ടുമ്പോ എടുക്കുക, എണീക്ക 4 ആള് വേണം, എന്നാലും അവർ നല്ല പവറുള്ള ആളുകളാന്ന് നമ്മൾ പറയും. ഏതാണ് ആ പവർ? മസിൽ പവർ ആണോ? ബ്രെയിൻ പവർ ആണോ? ഒരു ചാവിയാണോ? വാച്ചാണോ? അത് ചാവി. ഒരു ചാവ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അത് ഈശ്വരൻ ഇങ്ങനെ എടുത്ത് കാണിച്ചത്, അവിടെ പോയാൽ കിട്ടും ഇൻഷാല്ലാ. ഒരു ചാവി, എന്തിന്റെ ചാവിയാണെങ്കിലും വേണ്ടില്ല. ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ചാവിയാണ്, പക്ഷെ സ്വർഗത്തിന് ചാക്കോലാന്ന് മാത്രം. സ്വർഗത്തിന്റെ കീ ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഉള്ളിക്ക് കയറിയാൽ കിട്ടുന്ന ഒരു ഹെൽത്ത് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഹെൽത്ത്. ആ ഹെൽത്ത് കിട്ടിയവനെ തകർക്കാൻ ഒരു 100,000 ഫിസിക്കലി ഹെൽത്ത് ഉള്ള ആളുകൾ ശ്രമിച്ചാലും സാധ്യമല്ല. ആ ഹെൽത്ത് കിട്ടിയവന് കയ്യിൽ പരിച വേണ്ട, ആയുധം വേണ്ട, ബോംബ് വേണ്ട, സ്കെഡ് വേണ്ട, രാസായുധം വേണ്ട, പട്ടാളക്കാര് വേണ്ട. ലോകത്ത് മെലിഞ്ഞൊട്ടിയ കീറക്കുപ്പായിട്ട 313 ആളുകൾ ഉണ്ടായപ്പോ ലോകം മൊത്തം അവരെ പേടിച്ചിരുന്നു. ആ 313 കയ്യിൽ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂൽ അന്ന് ദുആ നടത്തിയെന്നെ, ഈ 313 ഇവിടെ വെച്ച് തീർന്നാൽ ഭൂമിയിൽ നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യൻ ഉണ്ടാവൂല അള്ളാഹ് എന്ന് പറയാൻ കാരണം എന്താ? ഈ 313 അന്ന് ഇത് ഉള്ളിൽ കടന്ന ആളുകളുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ ആ 313 ഉണ്ടായപ്പോ ലോകം മൊത്തം അവരെ പേടിച്ചു. അവരുടെ അടുത്ത് എന്താ ഉള്ളത്? കീറ കുപ്പായം, പട്ടിണി കിടന്ന് ചപ്പിയ പള്ള, പിന്നെ കയ്യും കാലും. പഴയ കാലത്ത് മക്കയിൽ നിന്ന് അടിയും തട്ടും ഇടിയും ഉന്തലും തള്ളലും പിടിച്ച് വലിക്കലുമായിട്ട് പുറം പൊളിഞ്ഞ പാടുള്ള ശരീരങ്ങൾ, തൊലി പൊളിഞ്ഞ ശരീരങ്ങൾ. പക്ഷെ ആ 313 കീറത്തുണിയും കുപ്പായിട്ട് വന്നാലും കയ്യിൽ ആയുധമില്ലെങ്കിലും രാജാക്കന്മാർ കൊട്ടാരത്തിൽ അവരെ കണ്ട പേടിച്ചിരുന്നു. എന്താ കാര്യം? അവരെ കൽബിന്റെ ഉള്ളിൽ കയറിയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേറൊന്നുമല്ല. ഇന്ന് നമ്മൾ കോടാനക്കോടിയാണ്. ഇത് കൽബിന്റെ ഉള്ളിൽ കയറിയ 12 ആളുകൾ കേരളത്തിൽ വന്നപ്പോൾ 10 സ്ഥലത്ത് പള്ളി ഉണ്ടായി. ഇത് കൽബിന്റെ ഉള്ളിൽ കയറിയ 12 ആളുകൾ പായക്കപ്പൽ കയറി കേരളത്തിൽ വന്നു, 10 സ്ഥലത്ത് പള്ളി ഉണ്ടായി. അന്ന് കേരളത്തിൽ ഈ പുറത്തുനിന്ന് വന്ന 12 ആളുകളല്ലാതെ വേറെ ആരുമില്ല. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം എത്രയാ? 170 കോടി മുസ്ലിമീങ്ങളാണ്. 170 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് കുറെ പള്ളി പൊളിയുന്നുണ്ട്. ഉള്ള പള്ളിയിൽ നമ്മൾ തമ്മിൽ വാക്കേറ്റവും സംഘട്ടനമാണ്. കാരണം എന്താ? ഇത് കേറേണ്ടടുത്ത് കേറിയിട്ടില്ല. കേറുന്ന പലർക്കും കേറിയത് തൊണ്ടയിലാണ്. തൊണ്ടയിൽ നിന്ന് നാവും തുമ്പിലൂടെ പുറത്തു വരുന്ന അതൊരു അഭ്യാസമായി മാറി. എണ്ണം പിടിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൗണ്ടറിന്റെ ഉള്ളിൽ നോക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ കുറഞ്ഞ ആളുകൾക്കുള്ളൂ. അവര് ആൺകുട്ടികളാണ്. അവരെ ഒരു തോക്കിനോ, ഒരു ബോംബിനോ, ഒരു സ്കെഡിനോ, ഒരു ആയുധത്തിനോ, ഒരു പട്ടാളത്തിനോ, ഒരു ശേഷിക്കോ, ഒരു ഭാഷക്കോ, ഒരു ശേമുഷിക്കോ, ഒന്നിനും, ഒരു യന്ത്രത്തിനോ, മന്ത്രത്തിനോ, കുതന്ത്രത്തിനോ അവരെ തകർക്കാൻ കഴിയില്ല. തകർത്തിട്ടുമില്ല. അവർ തകർന്ന് തരിപ്പണമായാലും അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവരുടെ ഹൃദയം സ്പന്ദിക്കും, അവരുടെ നാവ് ചലിക്കും, അവരുടെ തൊണ്ട പച്ചപ്പാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അത് കയറേണ്ടടുത്താണ് കയറി കിട്ടുന്നത്. അത് കയറേണ്ടടുത്ത് കയറി കിട്ടിയാൽ രോഗമായാലും പ്രശ്നമില്ല. അത് കയറേണ്ട കയറി കിട്ടിയാൽ ശമ്പളം ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് കയറേണ്ടടുത്ത് കയറി കിട്ടിയാൽ ജോലി ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് കയറേണ്ടടുത്ത് കയറി കിട്ടിയാൽ സന്താപാണെങ്കിലും പ്രശ്നമില്ല. അത് കയറേണ്ടടുത്ത് കയറി കിട്ടിയാൽ സന്തോഷമാണെങ്കിലും പ്രശ്നമില്ല. അവർ ഏത് സമയത്തും വെരി ഹാപ്പിയാണ്. അവരെ തകർക്കാൻ, അവരെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ലോകത്തൊരു പ്രതിസന്ധി, പരാജയ, പരീക്ഷണ, ശത്രു വിഭാഗത്തിനും ഒരു ബോധശക്തിക്കും ഒരു മാരണത്തിനും ഒരു മാരക രോഗത്തിനും സാധ്യമല്ല. കാരണം അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഇന്ധനം അല്ലെങ്കിൽ അവരുടെ ചാലക ശക്തി, അത് ഈ പ്രപഞ്ചത്തിന്റെ നെറുകയിൽ എഴുതി വെക്കപ്പെട്ട ചാലക ശക്തിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ വെച്ചുകൊണ്ടാണ് മഹാനായ ശൈഖുൽ അംബിയാ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ജലപ്രളയത്തിൽ പിടിച്ചു നിന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം
നമ്രൂദിന്റെ മുമ്പിൽ പിടിച്ചു നിന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചുകൊണ്ടാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിൽ പിടിച്ചു നിന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചുകൊണ്ടാ ശഫീഉനാ വ സയ്യിദുനാ വ നജിയ്യുനാ വ മൗലാനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അബൂജഹലാകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫിർഔനിന്റെ മുമ്പിൽ പിടിച്ചു നിന്നത്. ഈ കലിമ വെച്ചുകൊണ്ടാ സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു ഘട്ടത്തിൽ കയ്യിൽ വാളേന്തിയിട്ട് വലോ കുന്തു വഹദീ, ഞാൻ ഒറ്റക്കാണെങ്കിലും അധർമ്മകാരികളോട് ഞാൻ പടവെട്ടുമെന്ന് പറഞ്ഞത്. ഈ കലിമ ഉള്ളത് കൊണ്ടാ ഫലസ്തീനിൽ ജൂത പരിശകളുടെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കൊച്ചു മക്കളില്ലേ, പിച്ച വെച്ച് വളരുന്ന കുഞ്ഞു മക്കളില്ലേ, ആ മക്കൾ ബോംബിനെ പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് ഉച്ചസ്ഥരം ഒരു ഏറ്റവും വലിയ കലിമ ചൊല്ലി മുദ്രാവാക്യം മുഴക്കി മരിക്കാൻ കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്നുവെങ്കിലോ അത് ഈ കലിമയുടെ വലുപ്പമാ, ഇത് ഉള്ളിൽ കടന്ന പവറാണ്. ഈ കലിമ ഉള്ളിലുള്ള പലരും ആ വയനാട്ടിൽ നിന്ന് ഒറ്റവരും ഉടയവരും പടലും മണ്ണിലേക്ക് താഴ്ന്ന് താഴ്ന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കഷണങ്ങളായി മാംസകൂമ്പാരങ്ങളായി പായിൽ കുന്നുകൂടി കിടക്കുമ്പോഴും ഇത് അല്ലാഹുവിന്റെ ഖളാ, എനിക്ക് പരാതിയില്ല, ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ് പരാജയപ്പെടാതെ തകരാതെ തളരാതെ പിടിച്ചു നിൽക്കാൻ അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് ഇത് ഉള്ളിന്റെ ഉള്ളിൽ കടന്ന ചാലക ശക്തിയാ. ഇതെങ്ങാനും ഒരാളുടെ കൽബിന്റെ അകത്തളത്തിൽ കത്തിപ്പടർന്ന അവനെ തളർത്താൻ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ മക്കളായ മുഴുവൻ ആളുകൾ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചു എന്ന് നിർത്തുകയാണ്. കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഈ ലോകത്ത് ഏറ്റവും പവറുള്ള ഏറ്റവും ശക്തിയുള്ള സാധനം എന്താന്ന് അറിയോന്ന് വെച്ചു. അപ്പൊ ഒരു മോൻ പറഞ്ഞു, അത് കരിമ്പാറക്കെട്ടാണ് വാപ്പാന്ന് പറഞ്ഞു. പാറ നല്ല ശക്തിയുള്ളതല്ലേ. വേറെ മോൻ പറഞ്ഞു, അത് ഇരുമ്പാണ് വാപ്പേ. ഇതൊക്കെ കേട്ടിട്ട് ഏറ്റവും ഇളയ മോന സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് തലാത്തിരിക്കുക. ലാസ്റ്റ് അവര് പറഞ്ഞു, വാപ്പങ്ങൾ എനിക്ക് സമ്മാനം തരണമെങ്കിൽ അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ആ മോൻ പറയുന്നത്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം എണീറ്റുന്നു, പാറയല്ല കരിമ്പാറ കെട്ടുമല്ല ഇരുമ്പുകളൊന്നുമല്ല, അതൊന്നും ബാപ്പാക്കൊരു പ്രശ്നമല്ല. ഇരുമ്പൊക്കെ ദാവൂദ് നബിന്റെ കയ്യിൽ കിട്ടിയ അലന്നാ ലൗൽ ഹദീദ് എന്നാ, നമ്മുടെ പൊറാട്ടക്കാരുടെ കയ്യിൽ മൈദ കിട്ടിയ മതിരാ. ദാവൂദ് നബിന്റെ കയ്യിൽ ഇരുമ്പ് കിട്ടിയാൽ ഒരു പ്രശ്നമല്ല. അവരുടെ മുമ്പിൽ ഈ ലോകത്തെ ഏറ്റവും ശക്തിയുള്ളതാണ് ഇരുമ്പാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഈ മോൻ പറഞ്ഞു, ഈ ലോകത്ത് ഏറ്റവും പവറുള്ള തകർക്കാൻ കഴിയാത്ത കടുകട്ടിയുള്ള ശക്തിയുള്ള ഭദ്രതയുള്ള സാധനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേറിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ബാപ്പാ. അതാ ആ ആൻസറാണ് ശരി. അതിനെ തകർക്കാൻ പാറയില്ല, അതിനെ തകർക്കാൻ ഇരുമ്പില്ല, അതിനെ തകർക്കാൻ വെടിക്കോപ്പുകളില്ല, അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യവുമല്ല. ഇത് പരമ്പരായിട്ട് കിട്ടിയവരാ നമ്മള്. നമുക്ക് കിട്ടിയത് ഒരു അനന്തര സ്വത്ത് മാതിരിയാ. അതുകൊണ്ട് ഇതിന് നിലവിലി നമ്മൾ കൊടുക്കണില്ല. എന്നാ ഇതിനെ കുറിച്ചൊക്കെ വായിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന വിദ്യാസമ്പന്നരായ ആളുകൾ അങ്ങ് കാണണോ, മൗനത്തിലൊന്ന് പോയാൽ മതി. ഞാൻ പോലുണ്ട്. അതുകൊണ്ടാണ് മൗനത്തിൽ ഇസ്ലാം സഭ ഇവിടെ അടുത്ത് അവിടെ നിന്ന് പോയി നോക്കിയാൽ മതി. അവിടെ ഉണ്ടാവും ഡോക്ടർമാർ. പഴയ കാലം പോലല്ല, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ അവിടെ ഉണ്ട്. അവിടെ ഉണ്ടാവും അധ്യാപകന്മാർ, അവിടെ ഉണ്ടാവും വലിയ വലിയ ഭൗതിക സമ്പന്നന്മാരുണ്ടാകും. അവരോട് പോയാൽ അവർ വെള്ളമെടുക്കുമ്പോൾ ബിസ്മി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി, ഒക്കെ വലത് കൈ. അവര് ലുഹ, അവര് തഹജ്ജുദ്, അവര് ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാ. കാരണം കെലിമയുടെ മൂല്യം അറിയുന്ന ആളുകളാണ്. നമുക്കോ മുണുങ്ങി കിട്ടിയതാ പരമ്പര സ്വത്ത്, അതിന്റെ നിലവാരം നമുക്കില്ല. നമ്മളിത് മുണുങ്ങി കിട്ടിയതായതുകൊണ്ട് നിലവാരം നമ്മൾ അറിയുന്നില്ല. ഈ കെലിമ കൽബിൽ വെക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ഇനി ഇത് കളഞ്ഞു കുളിച്ചാൽ ഈ ദുനിയാവിൽ ഏറ്റവും നെറികെട്ട ആളുകൾ ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന് ചില ചിട്ടകളും ചില വട്ടങ്ങളും ഇതിന് ചില വ്യവസ്ഥകളും ഇത് നിലനിർത്താൻ ചില ജീവിത പദ്ധതിയുമുണ്ട്. അവർ ആവിഷ്കരിക്കുന്നവന്റെ പേരാണ് മുത്തഖി. ആ മുത്തഖിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വിഷയം 2 മാസത്തോളം പരമ്പരയായിട്ട് വരും. അള്ളാഹു അത് പറയാനും പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ വർഷവും അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഒരു വർഷം പറഞ്ഞതാവൂല പിറ്റത്തെ വർഷം പറയൽ. അതുകൊണ്ട് ഈ ഇന്ന് പറഞ്ഞതല്ല അടുത്ത വെള്ളിയാഴ്ച പറയാം. ഇത് ഒരു ലോകമാണ്. ഇതിന്റെ തണലിലാണ് എല്ലാ അമലും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ലോകത്ത് എല്ലാവർക്കും കഴിയും.
അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഒക്കെ വെറുതെ പറയാം. വയനാട്ടിൽ നല്ല കാര്യം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ മാത്രമാണോ? എല്ലാരും നല്ല കാര്യം ചെയ്യും. പക്ഷെ ഇതിന്റെ തണലിൽ ആര് ചെയ്യുന്നു അവർക്ക് ആ പരലോകം. ഇതിന്റെ വില്ലിലായി കഴിയണം. ഇതിന്റെ വില്ലിൽ നല്ല പ്രവർത്തനം ചെയ്താൽ സ്വർഗമാണ്. ഇതിന്റെ പുറത്ത് നല്ല പ്രവർത്തനം ചെയ്താൽ ദുന്യാവിൽ നല്ല പ്രവർത്തകൻ എന്ന് പറയും. പക്ഷെ ആഖിറത്തിൽ കപ്പും സമ്മാനമൊന്നും കിട്ടൂല. അവിടെ കപ്പ് കിട്ടണോ, അവിടെ അഭിനന്ദനം കിട്ടണോ, അവിടെ സമാധാനം കിട്ടണോ, അവിടെ സമ്മാനം കിട്ടണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഈ വേര് പറയാതെ മുറിയാതെ ചെയ്യണം. ആ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ. തെറ്റുകൾ അള്ളാഹു പൊരുത്തപ്പെട്ടേറ്റെ, ദോഷങ്ങൾ അള്ളാഹു പുറത്തേറ്റെ, ജീവിതം അള്ളാഹു നന്നാക്കി തേറ്റെ. ഈ കലിമ ഉള്ളിൽ കടന്ന സമാധാനവും ശക്തിയും ഉന്മേഷവും ക്ഷമയും പവറും അതിനുള്ള ആന്തരിക കുവ്വത്തുമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈ കലിമ നമ്മുടെ ഉള്ളിൽ കടത്തി തേറ്റെ. ഈ കലിമക്കുള്ള ബലവും ഈ കലിമക്കുള്ള പ്രഭയും ഈ കലിമക്കുള്ള പവറും അള്ളാഹു നമ്മുടെ കൽബിൽ പ്രകാശിപ്പിക്കട്ടെ. അതിനനുസരിച്ചു കൊണ്ടുള്ള തെളിവുള്ള, അതിന്റെ അലയൊലിയുള്ള, അതിന്റെ പവറുള്ള, അതിന്റെ തണലുള്ള ഒരു ജീവിതമായി അള്ളാഹു ഈ ക്ഷണികമായ ജീവിതം നമുക്ക് മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു കലിമയുടെ തണലിലായി ജാഗ്രതയോടെ ക്രമീകരിക്കാൻ തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വിടവാങ്ങി ഖബറിൽ ആരുമില്ലാതെ കിടക്കുന്ന പാവങ്ങൾ, മാതാപിതാക്കൾ അതിലുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, നമ്മെ പഠിപ്പിച്ചവരുണ്ട്, നമ്മളിൽ നിന്ന് പഠിച്ച ചെറിയ ചെറുപ്പക്കാർ വേറെയുണ്ട്. അപകടങ്ങളിൽ, മാരക രോഗങ്ങളിൽ, കുലുക്കങ്ങളിൽ, പ്രകമ്പനങ്ങളിൽ, ഉരുൾപൊട്ടലിലൊക്കെ അതാ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് 400 ചില്ല ആളുകൾ അതിലേറെയുണ്ട്. അതിൽ എത്രയോ ബോഡി ഇനിയും കിട്ടാനാണ്. അവരെ കിട്ടാതെ ചളിയിൽ പൂണ്ട് കിടക്കുകയാണെങ്കിലും ആ ചളി അവർക്ക് അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ ചളിയാണെങ്കിലും വെള്ളമാണെങ്കിലും കിട്ടാത്ത അവസ്ഥയിൽ ആണ്ട് പൂണ്ട് കിടക്കുകയാണെങ്കിലും ഉള്ള സ്ഥലം അള്ളാഹു പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ മരിച്ച മുഴുവൻ ആളുകൾക്കും ഷഹാദത്തിന്റെ ദറജ കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ആക്സിഡന്റ്, മാരക രോഗങ്ങൾ, പ്രത്യേകിച്ച് അറ്റാക്ക്, ക്യാൻസർ, എല്ലാത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് രോഗികൾ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് ശിഫാ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് മനസ്സിന് സമാധാനം നൽകട്ടെ, ഉന്മേഷം നൽകട്ടെ, ഈമാനിന്റെ ആശ്വാസം നൽകട്ടെ, ഈമാനിന്റെ മധുരം നൽകട്ടെ, മഹബത്തിന്റെ രസം നൽകട്ടെ. പരിശുദ്ധ റസൂലിനെ സ്നേഹിച്ച് സായൂജ്യമടയാനുള്ള വാതിൽ തുറന്നേരട്ടെ. സ്വലാത്തിന്റെ ആളുകളാക്കട്ടെ, സ്വതക്കയുടെ ആളുകളാക്കട്ടെ, സിലത്തുർ റഹിമിന്റെ ആളുകളാക്കട്ടെ, ബറക്കത്തിന്റെ സമയങ്ങളാക്കി തരട്ടെ. അള്ളാഹു ലലാലത്തിന്റെ വിശപ്പുകയില്ലെന്ന് അത് ഏത് ഭാഗത്ത് നിന്ന് വന്നാലും കാത്തുരക്ഷിക്കട്ടെ. ബിദ്അത്തിന്റെ ലലാലത്തിൽ നിന്ന്, ഇൽഹാദിന്റെ ലലാലത്തിൽ നിന്ന്, കുഫറിന്റെ ലലാലത്തിൽ നിന്ന് എല്ലാം അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ശിർക്ക്, കുഫർ, നിഫാഖ്, റിയാ, റിദ്ദത്ത്, തറദ്ദുദ്, ഖവാത്തിർ എല്ലാത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ സമയം, സമ്പത്ത്, സന്താനം, കുടുംബം, ആരോഗ്യം, വാക്കുകൾ, ഇടപാട്, പദ്ധതികൾ, പ്ലാനുകൾ എല്ലാം അള്ളാഹു വിജയിപ്പിക്കട്ടെ. ബർക്കത്ത് ചെയ്യട്ടെ, അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയട്ടെ. ഈ നാടിനെ അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കട്ടെ. പാവപ്പെട്ട പ്രവാസികൾ നാട് മറക്കാതെ ഓരോ അധ്വാനത്തിൽ നിന്നും നാട്ടിലെ പാവങ്ങൾക്ക് വിഹിതം അൽഹംദുലില്ലാ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാടിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമുക്കും അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിൽ, അവന്റെ റിളയിൽ പ്രദാനം ചെയ്യട്ടെ. മരിക്കുമ്പോൾ നല്ല സ്ഥലത്ത്, നല്ല ദിവസം, നല്ല സമയം, പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് പ്രസന്ന ഭാവത്തോടെ സ്ഫുടമായി മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഉറക്ക ദിക്ർ ചൊല്ലി മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه واغفر لنا ولوالدينا ولاساتذتنا ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.